ഹലോ ട്രേഡേഴ്സ്, ഹലോ ഇൻവെസ്റ്റേഴ്സ്, ഇത് സിയാദ് ഇലിഗൽ. എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. യെസ്, അങ്ങനെ ഇന്ന് നിഫ്റ്റി തുടർച്ചയായ രണ്ടാമത്തെ ദിവസം ഇന്നൊരു റാലി രേഖപ്പെടുത്തി എന്ന് വേണം പറയാം. കാരണം ഇന്നലെ മാർക്കറ്റ് മൂവ് ചെയ്തു, പോസിറ്റീവായിട്ട് തന്നെ മൂവ് ചെയ്തു. പക്ഷേ FISന്റെ ഭാഗത്ത് നിന്ന് ഹ്യൂജ് സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. ഈ ഒരു മാസം ഏകദേശം 65,000 കോടി രൂപയ്ക്ക് മുകളിൽ FIS ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ല് നടത്തിയിട്ടുണ്ട്. പക്ഷേ DIs അതിശക്തമായ രീതിയിൽ ബൈ നടത്തി. അതിനുശേഷം നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലോസ് ആണ് യൂറോപ്യൻ US മാർക്കറ്റിൽ ഇന്നലെ കിട്ടിയത്. പക്ഷേ ഇന്ന് രാവിലെ നമ്മൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ യൂറോപ്യൻ ഫ്യൂച്ചറോ US ഫ്യൂച്ചറോ ഏഷ്യൻ മാർക്കറ്റോ ഒന്നും തന്നെ പോസിറ്റീവ് ആയിരുന്നില്ല. എന്നിട്ടും ഇന്ത്യൻ മാർക്കറ്റ് ശക്തമായ രീതിയിൽ നിലകൊണ്ടു. HDFC ബാങ്കും ഫിനാൻഷ്യൽ സെക്ടറിലുള്ള കമ്പനീസും ഓട്ടോമൊബൈൽ സെക്ടറിലുള്ള കമ്പനീസാണ് നിഫ്റ്റിയുടെ റാലിക്ക് ചുക്കാൻ പിടിച്ചത്. റിലയൻസിന് ഒരു ഓർഡർ ഉണ്ടായിരുന്നു, പക്ഷേ റിലയൻസ് അത്ര പോസിറ്റീവ് ആയിരുന്നില്ല, നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. കൂടാതെ തന്നെ IT സെക്ടർ നെഗറ്റീവായിരുന്നു. യൂറോപ്യൻ ഫ്യൂച്ചറും US ഫ്യൂച്ചറും രാവിലെ മുതലേ നെഗറ്റീവായിരുന്നു. ഇതെല്ലാം തന്നെ മറികടന്ന് നിഫ്റ്റി ഇന്ന് വളരെ നല്ല രീതിയിൽ 23,500 മുകളിൽ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റി. അത് വളരെ നല്ല കാര്യമാണ്. കാരണം ക്രൂഡിൻ്റെ പ്രൈസ് ഉയരുന്നു, യുദ്ധം കുറയുന്നില്ല, ഈ നെഗറ്റിവിറ്റി എല്ലാം തന്നെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവായ രീതിയിൽ രണ്ടാമത്തെ ദിവസം തുടർച്ചയായിട്ട് പോസിറ്റീവിൽ ക്ലോസ് രേഖപ്പെടുത്തിയത്. നിഫ്റ്റിയിലെ എറ്റേണൽ, ടാറ്റ സ്റ്റീൽ, MNM, HDFC ലൈഫ്, ഭാരത് ഇലക്ട്രോണിക്സ് ആണ് നല്ല മൂവ്മെൻറ്റ് നടത്തിയത് പോസിറ്റീവ് സൈഡിലേക്ക്. വിപ്രോ, സിപ്ല, ഇൻഫോസിസ്, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ്, ITC തുടങ്ങിയ സ്റ്റോക്കുകളെല്ലാം തന്നെ ഇടിവിലായിരുന്നു. അപ്പോൾ IT കമ്പനീസ് വിപ്രോയും ഇൻഫോസിസും ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, TCSയും ഇടിവിലായിരുന്നു. എന്നാൽ മാർക്കറ്റ് പോസിറ്റീവിൽ തന്നെ ക്ലോസ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് പറ്റി. അത് വളരെ പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് എടുക്കാം. നിഫ്റ്റിയുടെ എല്ലാം തന്നെ ചാർട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, അതിനുശേഷം 23,363 മൾട്ടിപ്പിൾ ടൈം സപ്പോർട്ട് എടുത്തു. പിന്നീട് മാർക്കറ്റ് ശക്തമായിട്ട് തിരികെ കയറി, ഒറ്റ ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് തിരികെ കയറി. അവസാന ഒരു അരമണിക്കൂറിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് 23,557 ക്ലോസിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബിറ്റ് കോയിൻ്റെ ഒക്കെ ചാർട്ട് നോക്കുകയാണെങ്കിൽ വളരെ നല്ല പ്രൈസ് ആക്ഷനാണ് ബിറ്റ് കോയിനിലൊക്കെ കാണുന്നത്. ഒരേ സപ്പോർട്ട് 73,696 അല്ലാതെ തന്നെ അതേ മൾട്ടിപ്പിൾ ടൈം സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. കാരണം ബിറ്റ് കോയിനെ സംബന്ധിച്ച് നിഫ്റ്റി പോലെ തന്നെ ഇതിനെ ബിറ്റ് കോയിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വേറെ സബ്സിഡറി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ബിറ്റ് കോയിനെല്ലാം തന്നെ നമുക്ക് ഇന്ത്യയുടെ ഒരു ബ്രോക്കർ ഉണ്ട്, ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ. ഇന്ത്യൻ ബ്രോക്കറാണ്. INR നമുക്ക് അങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യാം, ITR ഫയൽ ചെയ്യാം. കൂടാതെ തന്നെ ഈ നമ്മൾ ടാക്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ലോസും പ്രോഫിറ്റും എല്ലാം തന്നെ സെറ്റ് ഓഫ് ചെയ്യാം. സാധാരണ നമ്മുടെ ഇന്ത്യൻ ബ്രോക്കറിൽ ട്രേഡ് ചെയ്യുമ്പോൾ തന്നെ ഡെൽറ്റ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാം. അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ആ ലിങ്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും മുകളിൽ ഗോൾഡ് $5,000, സിൽവർ കാണാം 80, ബിറ്റ് കോയിൻ 73,000, ബ്രന്റ് ഓയിൽ 3.36% സ്പൈക്ക് ചെയ്ത് 103, നാച്ചുറൽ ഗ്യാസ് 303, ഗിഫ്റ്റ് നിഫ്റ്റി പോട്ടെ. ഡോ ഫ്യൂച്ചർ കാണാം നെഗറ്റീവാണ്. ചൈന, ഓസ്ട്രേലിയ, കോസ്പി, നിക്കി എല്ലാം തന്നെ ഫ്ലാറ്റായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇന്ത്യ വിക്സ് ഇന്നും ഫർദറായിട്ട് ക്രാഷ് ചെയ്തു 8%, 19 ഇന്ത്യ വിക്സ്. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റിൽ വലിയ പോസിറ്റിവിറ്റി ആസ് ഓഫ് നൗ ഇല്ലെങ്കിൽ കൂടിയും നമ്മളെ മാർക്കറ്റ് ഗംഭീരമായ രീതിയിൽ റാലി രേഖപ്പെടുത്തി എന്നുള്ള ഒരു വളരെ നല്ലൊരു കാര്യം നമുക്ക് കാണാനായിട്ട് പറ്റി. ഇനി ഈ മാർക്കറ്റിന് ഓവറോൾ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, മോർഗൻ സ്റ്റാൻലി പറഞ്ഞിരിക്കുന്ന ഒരു കമൻ്റാണ്. ഈ ക്രൂഡിൻ്റെ വില 120, 130 റേഞ്ചിലേക്കൊക്കെ പോകുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റ് അപ് ടു 20% ഒരു ഫോൾ ഉണ്ടാകുമെന്ന് മോർഗൻ സ്റ്റാൻലി പറഞ്ഞിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ക്രൂഡ് പ്രൈസ് 130 പോകുകയാണെങ്കിൽ എന്നുള്ളൊരു സിനാരിയാണ്. നമുക്കറിയാം ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് HPCL, BPCL, IOC ഇടിവ് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ക്രൂഡ് പ്രൈസിൻ്റെ ആ ഒരു സ്പൈക്ക് കാരണം. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. MOL ഇന്ന് 19% റാലി രേഖപ്പെടുത്തിയിരുന്നു. കമ്പനിയുടെ ഒരു 9 lakh ടൺ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കപ്പാസിറ്റി കമ്പനി അച്ചീവ് ചെയ്താണ്. കാരണം ബജാജ് ഇലക്ട്രിക്സ് കമ്പനി മോർഫി റിച്ചാർഡ്സ് കമ്പനി അക്യൂർ ചെയ്തു, സ്റ്റോക്ക് ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ടാറ്റ മോട്ടേഴ്സ് സ്റ്റോക്ക് ഇവരുടെ പാസഞ്ചർ വെഹിക്കിളിൻ്റെ വില വർദ്ധിപ്പിക്കുന്നു എന്നുള്ള ന്യൂസ്. ഇലക്ട്രോണിക്സ് മാർട്ട് കമ്പനി ഇവർ 25% ഇവരുടെ റവന്യൂ ഫോർകാസ്റ്റ് ഉയർത്തി.
കൂടാതെ BEL കമ്പനി ഇവർക്ക് 10 ബില്യൺ റുപ്പീസിൻ്റെ ഓർഡർ ലഭിച്ചു. ടെക്സ്മാക്കോ റെയിൽ കമ്പനി ഇവർക്ക് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് 4 CR ഓർഡർ ലഭിച്ചു. ജിയോ ഫിനാൻസ് കമ്പനി ഇവർ UPI ക്യാഷ് വിഡ്രോവൽസ് എല്ലാം തന്നെ എനേബിൾ ചെയ്തിട്ടുണ്ട്. പവർ ഫിനാൻസ് കമ്പനി ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. കമ്പനി ഫണ്ട് റൈസ് ചെയ്യാനായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. ഗോദാവരി ബയോസയൻസ് കമ്പനിയുടെ റവന്യൂ ഫോർകാസ്റ്റ് കമ്പനി ഉയർത്തി. NOACL കമ്പനി ഇവരുടെ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി ഉയർത്താനായിട്ട് തീരുമാനിച്ചു. 130 കോടി രൂപ അതിനുവേണ്ടി ചിലവഴിക്കാൻ തീരുമാനിച്ചു. ട്രാൻസ്റെയിൽ റെയിൽ കമ്പനി 12 മില്യൺ AED അതായത് ദിർഹത്തിൻ്റെ ഒരു UAE ഇവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ കമ്പനി തീരുമാനിച്ചു. ഏതർ എനർജി കമ്പനി ഇവർ 500 പുതിയ റീറ്റെയിൽ സെൻറ്റേഴ്സ് കമ്പനി ഓപ്പൺ ചെയ്തു. മിശ്രധാതു നിഗം ലിമിറ്റഡ് കമ്പനി ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റി ഇവർക്ക് അതിന് വേണ്ടിയിട്ട് ഇവർക്ക് NADCAP അക്രിഡിയേഷൻ കിട്ടി എന്നുള്ള ന്യൂസ് ഉണ്ട്. പ്രോസ്റ്റൺ ഇൻഫോസിസ്റ്റം കമ്പനിക്ക് 90 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. സംവർദ്ധ മദേഴ്സൺ കമ്പനി ഇവർ യക്ത ഓട്ടോ പാർട്സിൻ്റെ 100% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. പുറങ്കര 280 കോടി രൂപയുടെ കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് കമ്പനി അവർ അക്യൂർ ചെയ്തിട്ടുണ്ട്. ചോയ്സ് ഇൻ്റർനാഷണൽ കമ്പനി 55 കോടി രൂപയുടെ ഒരു ഗവൺമെൻറ് കോൺട്രാക്ട് കമ്പനിക്ക് ലഭിച്ചു. ടൈം ടെക്നോപ്ലാസ്റ്റ് കമ്പനി 115 കോടി രൂപയുടെ ഒരു CNG സിലിണ്ടറിൻ്റെ ഓർഡർ ലഭിച്ചു. ഹിന്ദുസ്ഥാൻ കോപ്പർ കമ്പനി 4 മില്യൺ ടണ്ണ് ആനുവൽ കപ്പാസിറ്റി കമ്പനി ഉയർത്താനായിട്ട് 3 മടങ്ങ് ഉയർത്താനായിട്ട് കമ്പനി തീരുമാനമെടുത്തിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. നമുക്ക് നേരെ ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ നോക്കുകയാണെങ്കിൽ അറ്റ് ദ മണി 23,600 റേഞ്ചുകളെല്ലാം തന്നെ സ്ട്രാഡിലെല്ലാം തന്നെ കാണാം. ഒരേ സ്ട്രൈക്ക് കോളും പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട് ആളുകൾ. ഇന്ന് വിക്സ് ഫോൾ ആയിട്ടുള്ളത് ഇത്തരം ട്രേഡ് ചെയ്ത ആളുകൾക്കൊക്കെ പ്രോഫിറ്റബിൾ ആയേക്കാം. എനിവേ ഈ PCR എല്ലാം തന്നെ എബോവ് 1 എന്ന റേഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഓപ്ഷൻ റൈറ്റേഴ്സിനെല്ലാം തന്നെ ഈ വിക്സ് ഒന്ന് ക്രാഷ് ചെയ്തപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രോഫിറ്റ് കിട്ടി. അതീവ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു സമയം തന്നെയാണ്. കാരണം മാർക്കറ്റ് സിഗ്സാക് മാർക്കറ്റാണ്. ഇന്ന് മാർക്കറ്റ് സ്പൈക്ക് ചെയ്തു. ഓവറോൾ മാർക്കറ്റ് ഇന്ന് റാലി രേഖപ്പെടുത്തിയെങ്കിൽ കൂടിയും നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ നേരത്തെ കണ്ടപ്പോൾ കാണാം 23,550 ഹൈ ടെസ്റ്റ് ചെയ്തു, വീണ്ടും ഫോൾ ചെയ്തു 23,360 അതിനുശേഷമാണ് മാർക്കറ്റ് തിരികെ പോയത്. അപ്പോൾ ഒരു സിഗ്സാക് മാർക്കറ്റാണ്, വോളറ്റൈൽ മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ബൈ ചെയ്തതിന് ശേഷം ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഭാഗ്യപരീക്ഷണമായി പോകും. ബയേഴ്സ് ശ്രദ്ധിക്കേണ്ടത് ബൈ ചെയ്തതിന് ശേഷം അവരുടെ വ്യൂ അനുസരിച്ച് മാർക്കറ്റ് പോവുകയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് അതിന് അഗെയിൻസ്റ്റ് ആണെങ്കിൽ ഒട്ടും സമയം കളയാതെ സ്റ്റോപ്പ് ലോസ് SL ഹിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം അതല്ലെങ്കിൽ ഇപ്പോൾ ഉയർന്ന പ്രീമിയത്തിലാണ് നിങ്ങളെല്ലാം ട്രേഡ് എടുത്തിരിക്കുന്നത്. പ്രീമിയം കൂടുതലാണല്ലോ, അപ്പോൾ ലോസും കൂടുതലായിരിക്കാണ് സാധ്യത ഉണ്ടാവും. അപ്പോൾ എനിവേ നാളെ രാവിലെ കാണാം. താങ്ക് യു.